പാലത്തായി പോക്സോ കേസിൽ ബി.ജെ.പി. നേതാവായ കെ പത്മരാജൻ എന്ന പപ്പൻ മാഷിനെ ജീവപര്യന്തം തടവിന് വിധിച്ച വിവരം കുറച്ചു ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. കണ്ണൂരിലെ പാനൂരിനടുത്തുള്ള പാലത്തായി എന്ന സ്ഥലത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ആ സ്കൂളിലെ തന്നെ അധ്യാപകനായ പത്മരാജൻ പീഡനത്തിനിരയാക്കി എന്തായിരുന്നു കേസ്. 2020 നടന്ന കേസിന്റെ അന്വേഷണം തുടക്കം മുതൽ തന്നെ വിവാദങ്ങൾ നിറഞ്ഞതായിരുന്നു. ഇരയാക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിം വിഭാഗത്തിൽ നിന്നായതും പ്രതി സംഘപരിവാർ നേതാവായതും ഈ വിഷയം രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ വലിയ പ്രകമ്പനം തന്നെ സൃഷ്ടിച്ചു. എന്നാൽ വിധി വന്ന ശേഷവും മീഡിയ വൺ ചാനൽ ഇതിൽ വേട്ടയാടുന്നത് രാഷ്ട്രീയപരമായി ഈ കേസിൽ യാതൊരു ബന്ധവുമില്ലാത്ത അന്നത്തെ മന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചറെയാണ്. കേസിന്റെ വിധി വന്ന ശേഷം നിരവധി വീഡിയോകൾ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ട പത്മരാജനെ കുറിച്ചുള്ളതിനേക്കാളേറെ ശൈലജ ടീച്ചർക്കെതിരായി മീഡിയ വൺ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നതും മീഡിയ വൺ നടത്തുന്ന ആ ആക്രമണവും അതിനെതിരെ ശൈലജ ടീച്ചറുടെ പ്രതിഷേധവുമാണ്. എല്ലാവർക്കും ന്യൂസ് ആൻഡ് മീഡിയയിലേക്ക് സ്വാഗതം. സംഭവം നടന്നത് ജനുവരിയിലാണെങ്കിലും പരാതി ചൈൽഡ് ലൈനിൽ ലഭിക്കുന്നത് മാർച്ച് 17-നായിരുന്നു. തുടർന്ന് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു മാസങ്ങൾക്ക് ശേഷമാണ്. ഏപ്രിൽ 15-നായിരുന്നു. അത് വ്യാപക പ്രതിഷേധം ഉണ്ടാക്കാനിടയാക്കി. അതിനിടെ സംസ്ഥാനമാകെ കോവിഡ് വ്യാപനം അതിന്റെ പാരമ്യത്തിലേക്ക് കടന്നൊരു സമയം തന്നെയായിരുന്നു. പോലീസ് ഇടക്കാല കുറ്റപത്രം കോടതിയിൽ നൽകിയപ്പോൾ പോക്സോ വകുപ്പുകൾ ഒഴിവാക്കിയതോടെ ഇതൊരു ദുർബലമായ കേസാവുകയും പ്രതിക്ക് ജാമ്യം ലഭിക്കുവാൻ ഇടയാവുകയും ചെയ്തു. ഇതോടെയാണ് ഈ കേസ് കൂടുതൽ വിവാദങ്ങളിലേക്ക് മാറിയത്. CPM-ഉം BJP-യും ചേർന്ന ഒത്തുകളിയാണെന്ന് SDPI ഉൾപ്പെടെയുള്ള മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ആരോപണം ഉന്നയിച്ചപ്പോൾ പൗരത്വ ബില്ലിനെതിരെ നിലപാടെടുത്തതിന് അധ്യാപകനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്നായിരുന്നു സംഘപരിവാർ പ്രത്യാരോപണം. ഇതിനിടെ അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്ന അന്നത്തെ IG ശ്രീജിത്തിന്റെ ഒരു ഫോൺ കോൾ റെക്കോർഡ് പുറത്തു വന്നതിൽ പ്രതിക്കെതിരായ തെളിവുകളൊന്നുമില്ലെന്ന രീതിയിൽ പറയുന്നതിലൂടെ RSSും പോലീസും ചേർന്ന് കേസ് അട്ടിമറിക്കുകയാണെന്ന് മുസ്ലിം സംഘടനകൾ വീണ്ടും ആരോപണം ഉന്നയിച്ചു. എന്നാൽ പിന്നീട് ശിശുക്ഷേമ സമിതിയുടെ ശക്തമായ ഇടപെടലുകൾ കൂടി ഉണ്ടായതോടെ വിചാരണ നടക്കുകയും ഈ വർഷം ശിശുദിനത്തിൽ പ്രതി കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും അടുത്ത ദിവസം തന്നെ ജീവപര്യന്ത ശിക്ഷ വിധിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ശക്തമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കുകയും പ്രതിക്ക് വധശിക്ഷ വേണമെന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. ഇത്രയൊക്കെയാണ് കേസിന്റെ പ്രധാന സംഭവങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ വിധി വന്ന ശേഷം മീഡിയ വൺ ചാനൽ നേരെ അന്നത്തെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയായിരുന്ന കെ ശൈലജ ടീച്ചർക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. വിധി പ്രഖ്യാപിക്കപ്പെട്ടതിന്റെ 2 ദിവസം കഴിഞ്ഞ് നവംബർ 18-നാണ് അതിജീവിതയുടെ മാതാവ് നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ല എന്ന് കോടതി വിധിയിൽ പറയുന്നുണ്ടെന്നും അത് കെ ശൈലജയ്ക്കെതിരായ പരാമർശമാണെന്നും മീഡിയ വൺ വാർത്ത നൽകിയത്. അതോടെയാണ് കേസിലെ ശിക്ഷിക്കപ്പെട്ട പ്രതിയെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇനി ശൈലജ ടീച്ചർ വഴി CPM-ലേക്ക് ഈ കേസ് തിരിച്ചുവിടാനായി മീഡിയ വണ്ണും ചില സംഘടനകളും ശ്രമം തുടങ്ങിയത്. എന്നാൽ ഇത് പീഡനക്കേസിന്റെ വിധിയല്ല. കേസിൽ പീഡനത്തിനിരയായ കുട്ടിയെ കൗൺസിലിംഗ് ചെയ്തവർക്കെതിരെ നൽകിയ പരാതിയിലാണ് ഇത്തരമൊരു പരാമർശമുണ്ടായത്. അതും കെ ശൈലജ ടീച്ചർ നേരിട്ട് ഈ കേസിൽ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യം കാണിച്ചുവെന്നോ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നോ ഒന്നുമായിരുന്നുമില്ല. പക്ഷെ മീഡിയ വണ്ണിന് ആ ഒരു പേര് വന്നത് തന്നെ ധാരാളമായിരുന്നു. അവർ പകൽ മുഴുവൻ ബ്രേക്കിങ്ങും സ്ക്രോളിങ്ങും നൽകി. വിധിയിൽ ശൈലജ ടീച്ചർക്കെതിരെയും പരാമർശം. ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാവായ റിജിൽ മാക്കുറ്റി ശൈലജ ടീച്ചർ BJP-യുമായി ചേർന്ന് പ്രതിയെ സംരക്ഷിക്കാനും കേസ് അട്ടിമറിക്കാനും ശ്രമിച്ചുവെന്നും മീഡിയ വണ്ണിലൂടെ തന്നെ ആരോപിച്ചു. അന്ന് തന്നെ വൈകുന്നേരം മീഡിയ വൺ ചാനലിലെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പരിപാടിയിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും അജീംസ് പോലീസിലെ RSS വൽക്കരണം എന്നത് പിണറായി വിജയന്റെയും CPM-ന്റെയും പോളിസി നടപ്പാക്കലാണെന്ന് പറയുകയുമുണ്ടായി. ശൈലജ ടീച്ചറുടെ വ്യക്തിപരമായ താല്പര്യമല്ല, മറിച്ച് സർക്കാർ ഇത് ബോധപൂർവം ചെയ്യുന്നതാണെന്നുമാണ് അജീംസ് പറയുന്നത്. സത്യത്തിൽ മീഡിയ വൺ ഒരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ പ്ലേസ് ചെയ്യുന്നതിന്റെ രീതി ഒന്ന് നോക്കേണ്ടത് തന്നെയാണ്. ഒരു പോക്സോ കേസ് സംഭവിക്കുന്നു. 5 വർഷങ്ങൾക്കിപ്പുറം പ്രതിയെ മരണം വരെ തടവിന് ശിക്ഷയും ലഭിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഏറ്റവും കുറവ് കൺവിൻഷൻ റേറ്റ് ഉള്ള കേസുകളിൽ ഒന്നാണ് പോക്സോ കേസുകൾ എന്ന് പറയുന്നത്. അതിൽ സർക്കാരും പ്രോസിക്യൂഷനും കേസ് നടത്തി പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങി നൽകിയതിനു ശേഷമാണ് ഈ പ്രോപ്പഗൻഡ. CPM-ന് പൊളിറ്റിക്കലായിട്ട് ഉപയോഗിക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിരുന്നു അവരുടെ എക്കാലത്തെയും പ്രതിയോഗികളായ, പ്രത്യേകിച്ച് കണ്ണൂരിലെ നേർക്കുനേർ പോരാട്ടം തന്നെ നടത്തുന്ന സംഘപരിവാർ നേതാവിനെ പ്രതിയായിട്ട് കിട്ടിയാൽ പൊളിറ്റിക്കലി ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സാധ്യതയുണ്ടല്ലോ എന്നുള്ളത്. പക്ഷേ കേസ് നിയമപരമായിട്ട് തന്നെ പോകട്ടെ എന്നാണ് സർക്കാർ തീരുമാനിച്ചത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോവുകയും ശിക്ഷ ലഭിക്കുകയും ചെയ്തു.
എന്നാൽ മീഡിയ വണ്ണിന് അത് എങ്ങനെയും CPM-ന്റെയും പിണറായി വിജയന്റെയും തലയിൽ കെട്ടിവെച്ചാലേ സമാധാനമാവൂ എന്നതാണ് ഈ പ്രോപ്പഗൻഡ തെളിയിക്കുന്നത്. അതിനായിട്ട് ഒരു പരാമർശത്തെ KK ശൈലജയ്ക്കെതിരായ വിമർശനമായിട്ട് ദുർവ്യാഖ്യാനിക്കുകയാണ് ആദ്യം മീഡിയ വൺ ചെയ്തത്. അതിനനുകൂലമായിട്ട് പറയുന്നവരുടെ സ്റ്റേറ്റ്മെന്റുകളും അതോടൊപ്പം തന്നെ പ്രക്ഷേപണവും ചെയ്തു. പിന്നാലെ അവരുടെ എഡിറ്റോറിയൽ പരിപാടിയായ ഔട്ട് ഓഫ് ഫോക്കസിൽ കൃത്യമായ ലക്ഷ്യം പറയുന്നു. അതായത് ഇത് ശൈലജ ചെയ്തതല്ല, മറിച്ച് പിണറായി വിജയന്റെ RSS വൽക്കരണം എന്ന നയത്തിന്റെ നടപ്പാക്കൽ മാത്രമാണെന്ന്. എവിടെ കിടക്കുന്നു വിധിയിലെ കൗൺസിലർമാർക്കെതിരായ പരാതിയിൽ തുടർ നടപടി സ്വീകരിച്ചില്ല എന്ന പരാമർശം അവസാനം CPM RSS അജണ്ട നടപ്പാക്കുകയാണെന്നതിലേക്ക് വ്യാഖ്യാനിച്ചെത്തിച്ചു. മീഡിയ വൺ അതുകൊണ്ടും നിർത്തിയില്ല. നവംബർ 22-ന് വീണ്ടും ഔട്ട് ഓഫ് ഫോക്കസിൽ ഇതേ കാര്യം എടുക്കുകയും ശൈലജ ടീച്ചറെ വിമർശിക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊന്നും ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന് തോന്നിയത് കണ്ടോ എന്തോ. ഇന്നലെ വീണ്ടും അജീംസ് സ്വന്തമായി ചെയ്യുന്ന അജീം ഷോയിൽ പാലത്തായി പപ്പൻ നെക്സസ് എന്ന പേരിൽ വീണ്ടും KK ശൈലജ ടീച്ചറെ പ്രതിയായ പത്മരാജനുമായി ചേർത്ത് വെക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം പ്രൊപ്പഗൻഡകൾ അവർ ലക്ഷ്യമിടുന്ന CPM പിണറായി വിജയൻ BJP ബന്ധമല്ല, മറിച്ച് മീഡിയ വണ്ണിന്റെ പൊളിറ്റിക്കൽ താല്പര്യങ്ങളെയാണ് എക്സ്പോസ് ചെയ്യുന്നത്. പലതവണ ആവർത്തിച്ചു നൽകിയിട്ടും ഏൽക്കുന്നില്ല എന്ന തിരിച്ചറിവിലാണ് കഴിഞ്ഞ ദിവസം അജീംസ് വീണ്ടും കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയത്. എന്നാൽ കേസിൽ പെൺകുട്ടിക്ക് നീതി ലഭിക്കുന്നതിനായുള്ള ശക്തപടൽ ഇടപെടലാണ് താനും ഇടത് സർക്കാരും നടത്തിയതെന്നും അതാണ് ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ പ്രതിക്ക് ലഭിച്ചതെന്നും ശൈലജ ടീച്ചർ പ്രതികരണവുമായി എത്തി. മാത്രമല്ല മീഡിയ വണ്ണിന്റെ ഈ വിഷയത്തിലെ ദുരുദ്ദേശത്തെ കൃത്യമായിട്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ പല പോക്സോ കേസുകളിലും പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നിടത്ത് പരമാവധി ശിക്ഷ ലഭിച്ച ഒരു കേസിലാണ് സർക്കാർ കേസ് അട്ടിമറിച്ചു എന്ന് മീഡിയ വൺ ആരോപിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേസ് രാഷ്ട്രീയവൽക്കരിക്കുന്നതും മതവൽക്കരിക്കുന്നതും സർക്കാരോ CPM-ഓ അല്ല, മറിച്ച് മീഡിയ വണ്ണും SDPA-യുമാണെന്നാണ് മീഡിയ വണ്ണിന്റെ ഇതുവരെയുള്ള പ്രൊപ്പഗൻഡ കാണുമ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നത്. ഇനിയും അവരുടെ പ്രചരണം വിജയിക്കാത്തതിനാൽ അടുത്ത തലത്തിൽ ഏത് നുണപ്രചരണത്തിനാണ് മീഡിയ വൺ തയ്യാറെടുക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.